വെൽക്കം ബാക്ക് ടു അരുണച്ച്. ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത് എല്ലാവരും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരാൾ മാത്രമില്ല. ചേട്ടൻ്റെ അനിയൻ മാത്രമില്ല. അവൻ എവിടെ പോയെന്ന് ചേട്ടനോട് ചോദിക്കാൻ. എന്തിയടാ? അവൻ വീട്ടിൽ പോയേക്കുവാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പി ടാങ്ക് ഒന്ന് പോയി നോക്കുന്നതാണ് പരിപാടി. അത് എന്തെങ്കിലും ചത്തിട്ടുണ്ടോ എന്ന് നോക്കണം. വാ, അതൊക്കെ പോയി നോക്കിയിട്ട് വരാം. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗപ്പി ഒന്ന് ചാവാതെ ഇരിക്കുകയാണ്. തണുപ്പുണ്ട്, ഒട്ടും തണുപ്പില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പി ടാങ്ക്. കട എല്ലാവരും കണ്ടോളൂ. നമ്മുടെ ഗപ്പിയിൽ ഒരെണ്ണം പോലും ചത്തിട്ടില്ല. ഗപ്പിയാണോ? ഇത് ഗപ്പിയാ? ഗപ്പി ചാടിച്ചത്ത്. ഗപ്പി ചാടിച്ചത്തത് ഉണ്ടോ? കാണാൻ പറ്റായിരുന്നു. ഇവിടെ ചെറുതായിട്ടൊന്ന് നോക്കിക്കേ. ഉണ്ടോ? നമ്മുടെ ഒരു ഗപ്പിയും ചാടിച്ചത്തു. ഇനി വല ഇടണോന്നാണ് എൻ്റെ ഒരു. പോയി വല എടുത്തോണ്ട് വാ. അവി ഇതിനെ എടുത്തോണ്ട് ചത്തതിന്റെ മണ്ണി വീണതിന് എടുത്തതിന് ഓർക്കാറുണ്ട്. ഒറ്റ ഇടി വെച്ചത് ഞാൻ. അയ്യേ, മൂത്രമൊക്കെ ഒഴിക്കുന്ന സ്ഥലത്ത് ഗപ്പിനെ എടുത്ത് ഓസ്കാർ ഇട്ട് കൊടുക്കാനാ? വീഡിയോ ആണോളാ? ഓക്കെ, ഇങ്ങോട്ട് മാറ്റി വെച്ചോ. വല എടുത്തോണ്ട് വാ. ഒരു 2 ഐസ് ക്യൂബ്. 2 ഐസ് ക്യൂബ് എടുത്തോണ്ട് വാ. അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരും കമന്റ് ഒന്നും ചെയ്തില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങളത് നോക്കിയതാണ്. നോക്കിയവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഈ വലയൊന്നും ഇറ. ഞാൻ വിളിച്ചത് ഇങ്ങനെ തന്നെ മാറ്റി വിളിക്കും. മതി. ബാക്കി വല എടുത്ത് അപ്പുറത്തോട്ട് വെച്ചു. ഞങ്ങളിന്ന് ഇവിടെ വെച്ചായിരുന്നു കുളിക്കുന്നത്. ഇപ്പോഴെങ്കിലും സോപ്പൊന്നും വീട്ടാണ് ഞങ്ങൾ കുളിച്ചത്. ഇപ്പൊ വല ഇട്ടുകൊണ്ട് വല എടുത്ത് വെച്ച് പോയി 2 ഐസ് ക്യൂബ് എടുത്തോണ്ട് വന്നാൽ മതി. അപ്പോൾ അവൻ ഐസ് ക്യൂബ് എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നുമില്ല. ഇന്നലെ നല്ല മഴയായിരുന്നു, കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സാധനമാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മളുടെ ഗപ്പീനെ ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാം ചത്തു പോകുന്നുണ്ട്, ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യമെന്ന് വെച്ചാൽ അതെ ആള് വന്നു. ഒരു ഹായ് പറയടാ. ഹായ് പറ. ഹായ്. അവൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവൻ UKGയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം എല്ലാവരെയും പരിചയപ്പെടുത്താൻ ടൈമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹോം വീഡിയോ ചെയ്തായിരുന്നു. ആ ഹോം വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഓസ്കാർ ടാങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ആ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഓസ്കാറിനെ ചാടിപ്പിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ പോയി നോക്കുവാണെങ്കിൽ ആയിരിക്കാം. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഓസ്കാറിന് ഇങ്ങനെ കൈ വെച്ച് കൊടുത്തപ്പോൾ ഇത് മിസ്റ്റീരിയസ് ആയിട്ട് ചാടാൻ തുടങ്ങി. എന്നുവെച്ചാൽ ചാടി മണ്ട ഇരിക്കുന്ന മേപ്പിലില്ല, ഇങ്ങനെ അനങ്ങാൻ തുടങ്ങി.
എനിക്ക് അറിഞ്ഞൂടെ ഈ ഓസ്കാറിന് ഭ്രാന്തായോ പേ ഇളകിയോ ഇളകിയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇല്ലെന്ന് എനിക്ക് നോക്കാൻ വഴിയുണ്ട്. ഒന്നും ചെയ്യുന്ന ഒരു കാര്യമായത് പേ ആയെന്നാടാ തോന്നുന്നു. അപ്പൊ പേ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓസ്കാർ ഇതേ അപ്പൊ ഒരു ചാടിയ ചെരുമ്പലൊക്കെ പോയി. അതെ കണ്ടോ, ചെരുമ്പലൊക്കെ പോയി അവിടെ ഇവിടെ. പിന്നെ ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല. ലീക്കായാൽ നോക്കിക്കേടാ എവിടെയെങ്കിലും. ലീക്കായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഈ കാര്യം കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പിയും പിന്നെ ഇന്ന് നമുക്കൊരു പണിയുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഗപ്പി ടാങ്ക് അരോണേൻ്റെ ടാങ്കിലെ വെള്ളം നമുക്കിന്ന് കോരിക്കളാം. അതൊരു പണിയാണ്. അപ്പം അതിനാണ് ഈ ലോങ് വീഡിയോ എടുക്കുന്നില്ല. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോങ് വീഡിയോ. അപ്പം പിന്നെ നമുക്കൊരു ലോങ് വീഡിയോയും കൂടെ വരും. അത് ഹൊറൈസൺ ചേസിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടും. പിന്നീട് ഒരു ഹംഗ്രി ഷാർക്കിൻ്റെ ലോങ് വീഡിയോ കൂടി ഇടണമെന്ന് ഇവൻ പറഞ്ഞു. അപ്പം ഹംഗ്രി ഷാർക്കിൽ ആരാ? അപ്പം നമ്മൾ വെച്ചൊരു സെൽഫി വാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസ് പിന്നെയും വരും. അപ്പോൾ പിന്നെ എപ്പോൾ വരുവാണ് നാളെ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ പണിയൊന്നും വെച്ചാലോ റിസൾട്ട് കളിക്കുന്ന പണിയാണ്. ഇപ്പം അതേപോലെ ഇപ്പം പുറത്തോട്ടൊന്നും ഇറങ്ങാത്തതുകൊണ്ട് നമ്മളിപ്പോഴും വീട്ടിൽ തന്നെയാണ് കുത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സൈക്കിൾ സ്റ്റണ്ടിൻ്റെ വീഡിയോ എടുക്കാം. ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ എന്ന് വെച്ചാൽ ഹംഗ്രി ഷാർക്ക് കളിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോസ് നോക്കുവാണെങ്കിൽ 13 സബ്സ്ക്രൈബേഴ്സ്. ഇതാണ് ആ വീഡിയോ. നിങ്ങൾ കണ്ടു നോക്ക്. വീഡിയോ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞുകൂടാ. അപ്പം അത് നല്ലൊരു ഷാർട്ടാണ് പിടച്ചത്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇനിയും വരുന്നതാണ്. ബൈ.